സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. 1. ലക്ഷ്യപൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇതില് ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. ശരിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ശരിയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ തന്നിരിക്കുന്നത് ഗേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. ഇതിൽ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉമാണ്. ഗേദ സമരം അതുപോലെ ചമ്പാരൻ സമരം എന്നിവ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. ഗേദ സമരം, ചമ്പാരൻ സമരം. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരെയെന്നാണ്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ തന്നിരിക്കുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇതിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു അതുപോലെ തന്നെ ഇർവിൻ പ്രഭു എന്നിവ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികളാണ്. AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നിവ ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്ന വ്യക്തികളാണ്. അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ തന്നിരിക്കുന്നത് 1798 നടപ്പിലാക്കിയത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഇതിൽ സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്ത എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി ആണ്. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. 1798 നടപ്പിലാക്കിയത്. ശരിയാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ശരിയാണ്. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ തന്നിരിക്കുന്നു. മൗലാന മുഹമ്മദ് അലി ജിന്ന, സലീം അലി, മൗലാന ഷൗക്കത്ത് അലി. ഇതിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് പറയപ്പെട്ടത് ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1ഉം 4ഉമാണ്. മൗലാന മുഹമ്മദ് അലി അതുപോലെ മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനായിട്ട് അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനായിട്ട് അധികാരമുള്ളത് പാർലമെന്റിനാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റ്.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ, പാളിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ സത്യാഗ്രഹം കെ.കെ. അളപ്പൻ. ഇതിൽ ശരി അല്ലാത്തത് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാളിയം സത്യാഗ്രഹം വൈക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുടെ രചനകൾ തന്നിരിക്കുന്നു. വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 4ഉമാണ്. വേദാധികാര നിരൂപണം അതുപോലെ ആദിഭാഷ എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. വേദാധികാര നിരൂപണവും ആദിഭാഷയും ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? തന്നിരിക്കുന്ന കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കുളച്ചൽ യുദ്ധം നടന്നു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. ഇതിൽ ശക്തൻ തമ്പുരാന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉമാണ്. കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കുടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. അടുത്തത്, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് അവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത്. ഇതിൽ കലാപവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത് എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ശരിയാണ്. അടുത്ത ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യം. ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനം ആർക്കായിരുന്നു? ഫ്രാൻസിനായിരുന്നു. ഫ്രാൻസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ചോളം, ബാർലി, നെല്ല്, പരുത്തി എന്നിവയാണ്. ഇതിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാർലിയാണ്. ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. 1998 മെയ് 17 1998 മെയ് മാസം 17 അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്ന് അറിയാവുന്നവര് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് പെരുങ്കുളമാണ്. പെരുങ്കുളം. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101 ഭേദഗതിയാണ്. 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്?
ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ് ആണ്. അപ്പൊ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹാലനോബിസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഈ നാലും ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹാലനോബിസ് ആണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നുമാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നുമാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അടുത്ത ചോദ്യം. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളാണ്. കണ്ടൽ വനങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശ താഴ്വരകളിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദയാണ്. നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്? ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയുമാണ്. ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് സുന്ദരവനം ഡെൽറ്റ. ഏതൊക്കെ നദികളുടെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത് എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. മിഷൻ ഭൂമിപുത്ര ആസാമിലാണ്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്.
സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയമാണ് വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കുമളിയാണ്. കുമളി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയാണ്. ആലുവ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയാണ്. മേപ്പാടി. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റേതാണ് വിത്തും കൈക്കോട്ടും എന്ന കൃതി. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂളാണ്. ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാന. ഓപ്ഷൻ ഡി തെലങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. 2022 ഒക്ടോബർ മാസം 1-ാം തീയതി ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് ഓപ്ഷൻ ബി ആണ്. രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ച ഡേറ്റ് ഏതാണ്? 2022 ഒക്ടോബർ മാസം 1-ാം തീയതി. അടുത്ത ചോദ്യം. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചന്ദ് ആണ്. പ്രചന്ദ്. ഓപ്ഷൻ എ പ്രചന്ദ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്?
നൂറുമേനിയാണ്. ഓപ്ഷൻ സി നൂറുമേനി. വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തന്നിരിക്കുന്നു. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. ഇവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ശരിയാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് നിശാന്തത ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മല. നെഫ്രറ്റീസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത്? നെഫ്രറ്റീസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം വൃക്കയാണ്. നെഫ്രറ്റീസ് രോഗം ബാധിക്കുന്നത് വൃക്കയാണ്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് സ്വാന്തേ പേബോയ്ക്കാണ്. സ്വാന്തേ പേബോയ്ക്കാണ് 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. സ്വാന്തേ പേബോ. കൂനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കൂനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. കൂനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? പിണ്ഡമാണ്. പിണ്ഡം. ഓപ്ഷൻ എ പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് സിന്നബാർ ആണ്. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിലെ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നതിന് കാരണം മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നു. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ജഡത്വമാണ്. ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് ആദിത്യ L1. ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്നത് 8 ദിവസമാണ്. 8 ദിവസം. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗം. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്?
ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം തലയോട്ടിയിലെ സന്ധിയാണ്. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. വൃക്കയാണ്. വിസർജനാവയവം വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി മനുഷ്യനാണ്. മനുഷ്യന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. താലോലം. ഓപ്ഷൻ എ ആണ് ഉത്തരം. താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരിയാണ് വൈറസ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അവിഭാജ്യ സംഖ്യ ഏത്? അവിഭാജ്യ സംഖ്യ 2. 82ാമത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 38. 82ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 38. 83 ഉത്തരം ഓപ്ഷൻ ഡി ആണ് 60. 83 ഉത്തരം ഓപ്ഷൻ ഡി 60. 84ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 0.75. 0.75. 85 ഓപ്ഷൻ സി 98. 86ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 68.6. 68.6. 87 ഓപ്ഷൻ ഡി 910. 88 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 2.5. 89 ഓപ്ഷൻ എ 480. 90ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 200. 91 ഓപ്ഷൻ ബി ഒട്ടകം. 92 ഓപ്ഷൻ എ ആണ് 20. 93ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി CTZI. 94 ഓപ്ഷൻ ബി 9. 95 ഉത്തരം ഓപ്ഷൻ സി ആണ് വാർത്ത. 96 ഓപ്ഷൻ എ 3. 97 ഓപ്ഷൻ ബി 1314. 98 ഓപ്ഷൻ സി ആണ് 11. 99 ഓപ്ഷൻ എ ആണ് 32. അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആകാശം.